പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തന്നു. ഈ മാധ്യമത്തിൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവഴുത്തുകളെ ധ്യാനിപ്പാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നമ്മെ അത്ഭുതകരമായിട്ടാണ് വഴി നടത്തിയത്. കടന്നു വന്ന ജീവിത പാതകളെ ഒന്ന് ശോധന ചെയ്യുമ്പോൾ നന്ദി എന്നല്ലാതെ മറ്റൊരു പദവും നമുക്ക് പറയുവാൻ കഴിയത്തില്ല. പൗലോസ് പറഞ്ഞതുപോലെ നാം ഇപ്പോൾ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാകുന്നു. ആ ദൈവകൃപയാണ് ഈ നാളുകളിൽ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നൽകുന്ന വചനമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ നിയമ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസത്താൽ പ്രതിസന്ധികളെ മറികടന്ന് സാഹചര്യങ്ങളെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോയ ശക്തനായ ഒരു അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ ജീവിത സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരുപാട് നിമിഷങ്ങളിൽ കൂടി ദിവസങ്ങളിൽ കൂടി പൗലോസ് കടന്നുപോയി. പക്ഷെ അവിടെ എല്ലാം പൗലോസ് ആ സാഹചര്യങ്ങളെ ഓവർകം ചെയ്തത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയാണ്. ആ വിശ്വാസത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ദർശനത്തെ പൂർത്തിയാക്കാൻ തക്കവണ്ണം തൻ്റെ മുൻപിൽ വച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി തീർപ്പാനിടയായി തീർന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ നല്ല പോർ പൊരുതി. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏത് പ്രതിസന്ധികളെയും മറികടപ്പാൻ മതിയായതാണ്. പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഈ ഒരു വാക്യത്തിൽ കൂടെ പൗലോസ് എത്രമാത്രം യേശു ക്രിസ്തുവിൽ ആശ്രയം വച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ സ്വന്തം ശക്തിയിലോ ആത്മനിയന്ത്രണത്തിലോ സ്വയം അച്ചടക്കത്തിലോ ആയിരുന്നില്ല പൗലോസിന്റെ ആശ്രയം. പൗലോസിന്റെ ആശ്രയം പൂർണ്ണമായും യേശു ക്രിസ്തുവിലായിരുന്നു. ആ യേശു ക്രിസ്തുവിലുള്ള ആശ്രയം പൗലോസിനെ ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ ഇടയായി തീർന്നിട്ടില്ല. റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായം 37-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു. അതിന് മുകളിലോട്ട് വായിക്കുമ്പോൾ പൗലോസ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചും ഞെരുക്കങ്ങളെക്കുറിച്ചും പട്ടിണി ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കഷ്ടതകളെയും നഗ്നതയുടെ, ദാരിദ്ര്യത്തിൻ്റെ, ഞെരുക്കത്തിൻ്റെ, ഉറക്കമിളപ്പിൻ്റെ എല്ലാ അവസ്ഥകളെയും മറികടന്നത് യേശു ക്രിസ്തുവിലുള്ള ആശ്രയം വെച്ചാണ്. ആ യേശു ക്രിസ്തുവിലുള്ള ആശ്രയത്താൽ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സകല പ്രതിസന്ധികളിലും ജയം കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിത അനുഭവത്തിൽ കൂടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിൽ സകല ദൈവമക്കളോടും പറയുന്നൊരു കാര്യമാണ്, ഒരിക്കലും നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സേവിക്കുന്ന നമ്മുടെ ഉടയവനായ കർത്താവ് നമ്മുടെ ഒരു അറിവായിട്ട് മാത്രം നിൽക്കരുത്. ദാവീദ് പറഞ്ഞു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മുടെ ഒരു അനുഭവമായിരിക്കണം. അനുഭവത്തെ ഒരിക്കലും ഖണ്ഡിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ അറിവിനെ അറിവ് കൊണ്ട് അവർ എന്ത് ചെയ്യും? എതിർക്കും, വാദിക്കും. പക്ഷെ അനുഭവത്തെ ആർക്കും എതിർക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കർത്താവിനെ മറ്റുള്ളവർക്ക് കൈമാറുക എന്നുള്ളത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവം. അത് തൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്,
ഒരു ദൈവ പൈതലിന്റെ ആശ്രയം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ സേവിക്കുകയും ചെയ്യുന്ന നമ്മുടെ സർവശക്തനായ ദൈവത്തിലാണ്. ആ ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും നമ്മെ ലജ്ജിതരാക്കി തീർക്കത്തില്ല. നമ്മുടെ തല കുനിയുവാൻ ഒരിക്കലും ആ ആശ്രയം ഇടയാക്കി തീർക്കത്തില്ല. വേദപുസ്തകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ദൈവഭക്തന്മാരെ എത്രമാത്രം ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ പറ്റും. 125 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങിപ്പോകാത്ത സിയോൻ പർവ്വതം പോലെയാകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇഹലോകത്തിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പട്ടിണിയുടെ അനുഭവങ്ങൾ, നഗ്നതയുടെ അനുഭവങ്ങൾ, ഉറക്കമെളുപ്പ്, കാരാഗ്രഹം, ആമേൻ, ദാരിദ്ര്യം, ഇതിനെല്ലാം ഫേസ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഇതിനെല്ലാം ഓവർകം ചെയ്യുവാൻ യേശുക്രിസ്തുവിലുള്ള ആശ്രയം മുഖാന്തിരം സാധ്യമാണ് എന്ന് നമുക്ക് ആ ഭാഗങ്ങളിൽ കാണുവാൻ പറ്റും. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരിടത്ത് പോലും പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നില്ല. പക്ഷെ ഒരു ദൈവഭക്തന്റെ വിജയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ കൂടിയാണ്. യേശുക്രിസ്തുവിൽ കൂടി അല്ലാതെ നമുക്കൊരു ജയമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ ഭയപ്പെടും. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സഹായം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്, നമ്മുടെ ജയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. അപ്പോൾ ആ കർത്താവ്, ആമേൻ, തന്നിൽ ആശ്രയം വയ്ക്കുന്നവരെ ഒരു നാൾ കൈവിടുകയില്ല. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല. അപ്പോൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവരെ ദൈവം തന്നെ സംരക്ഷിച്ചുകൊള്ളും. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും ഒരു മുട്ടുണ്ടാകത്തില്ല. താൻ കടന്നു പോകുന്ന സിറ്റുവേഷനെ കുറിച്ച് ദാവീദിന് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. കൂരിരുൾ മരണത്താഴ്വരയിലേക്ക്, താൻ മേയ്ക്കുവാൻ കൊണ്ടുപോകുന്ന ആടുകളെ കടിച്ചു കൊല്ലുവാൻ തക്കവണ്ണം വിശന്നിരിക്കുന്ന ബാലസിംഹങ്ങൾ, എന്നാൽ അതിൻ്റെ നടുവിലേക്ക് പോകുമ്പോഴും പരുപരുത്ത പാതകളിൽ കൂടി നടക്കുമ്പോഴും സ്വസ്ഥതയില്ലാത്ത ഇടങ്ങളിലോട്ട് പോകുമ്പോഴും ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും ഒരു മുട്ടുണ്ടാകത്തില്ല. അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആ ആശ്രയം വെച്ച ദാവീദിനെ കൂരിരുൾ മരണത്താഴ്വരയുടെ മധ്യത്തിൽ നിന്നും വീട്ടിൽ വിളിച്ചു വരുത്തി തൻ്റെ സ്വന്തം സഹോദരങ്ങളുടെ നടുവിൽ വെച്ച് ഇസ്രായേലിന്റെ രാജാവായിട്ട് ശമൂവേൽ പ്രവാചകനിൽ കൂടി ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു എങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം എത്രമാത്രം കരുതുന്നെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് പറ്റും. ഇവിടെയും പൗലോസ് പറയുകയാണ്, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് യേശു തന്നെ ദൈവമെന്ന് സകല ഇടങ്ങളിലും പ്രസ്താവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തനിക്കുണ്ടായ കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങൾ, കല്ലേറിന്റെ അനുഭവങ്ങൾ, കോലടി, ചാട്ടവാറടി, ആമേൻ, തൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ, നഗ്നതയുടെ അനുഭവങ്ങൾ, ഉറക്കമിളപ്പുകൾ, ഇതെല്ലാം ഇവിടെ എല്ലായിടത്തും പൗലോസ് ജയം പ്രാപിച്ചത് താൻ സേവിക്കുന്ന കർത്താവിലുള്ള ആശ്രയത്താലാണ്. അപ്പോൾ ഇവിടെ പൗലോസ് നിങ്ങൾ നോക്കിക്കോണം, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം എഴുതുമ്പോൾ അതിന്റെ തൊട്ട് മുകളിലൊത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും, താഴ്ചയിലും, ആമേൻ, വിശപ്പിന്റെ മധ്യത്തിലും, അടുത്ത് പറയുകയാണ്, ആമേൻ, താഴ്ചയിലും സമൃദ്ധിയിലും വിശപ്പിന്റെ മധ്യത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയങ്ങളിലും, ആമേൻ, ആ സാഹചര്യങ്ങളെല്ലാം മറികടക്കുവാൻ
പൗലോസ് മുറുകെ പിടിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള ആശ്രയത്തിലാണ്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും നിരാശയിലോട്ട് ദൈവം തള്ളിവിടുകയില്ല. നിങ്ങൾ നോക്കിക്കേ, 12 വയസ്സുള്ള ഏക മകൾ മരിക്കാറായി കിടക്കുമ്പോൾ യായിറോസ് ദൈവത്തിൽ ആശ്രയം വെച്ചു. ആ ആശ്രയം യായിറോസിന് ലജ്ജയായിട്ട് മാറിയില്ല. മരിച്ചു എന്ന് ലോകം വിധി എഴുതിയ തൻ്റെ ഏക മകളെ ജീവനോടെ തിരികെ പ്രാപിപ്പാൻ തക്കവണ്ണം ആ ദൈവത്തിലുള്ള ആശ്രയം യായിറോസിന് ഇടവരുത്തിയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, പ്രിയരെ, നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെ ആയാലും 0.1% പോലും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നു എങ്കിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ ഒന്നും നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കത്തില്ല. ഏത് സാഹചര്യത്തെയും മറികടക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഏത് ബുദ്ധിമുട്ടിനെയും നമുക്ക് മറികടക്കുവാൻ സാധിക്കും. ഏത് ഞെരുക്കത്തെയും മറികടക്കുവാൻ സാധിക്കും. ഏത് കഷ്ടതയുടെ മണ്ഡലങ്ങളെയും നമുക്ക് മറികടക്കുവാൻ സാധിക്കും. ആമേൻ. ഇവിടെ പൗലോസ് തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. ആ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുകയാണ്. അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് ഉറച്ചു നിന്നതുപോലെ പൗലോസും ഈ ഞെരുക്കത്തിന്റെ മധ്യത്തിൽ കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, ഏത് സാഹചര്യത്തെയും ഞാൻ ഓവർകം ചെയ്യും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആമേൻ. പൗലോസിന്റെ 4 മിഷണറി യാത്രകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ മിഷണറി യാത്രകളിൽ പൗലോസ് ഫേസ് ചെയ്ത അനവധി അനുഭവങ്ങളെ നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുകയാണ്. പക്ഷെ ഈ അനുഭവങ്ങളിൽ കൂടിയൊക്കെ ബൈബിൾ പറയുന്നു, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും നമുക്ക് നൽകുന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സകല കഷ്ടതകളിൽ കൂടെയും താൻ അനുഭവിച്ച ഒരു അനുഭവമുണ്ട്, താൻ പഠിച്ച ഒരു പാഠമുണ്ട്. ആമേൻ. ഇവിടെ പൗലോസ് പിന്തുടർന്ന മാതൃക, പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് അനുഭവിച്ച ആ അനുഭവങ്ങൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പാഠമാക്കേണ്ടത് ഏറ്റവും വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നത് ഒരു ശൂന്യതയുടെ മധ്യത്തിലാണ്. ആമേൻ. ഈ വേദപുസ്തകത്തിനകത്ത് ഏലിയാവിനെ കുറിച്ചും എലീശയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവർക്കൊരു പാരമ്പര്യം പറയുവാനില്ല. ഒരു തിസ്ബ്യനായ ഏലിയാവ് എന്ന് പറയപ്പെടുന്നു. സാഫത്തിന്റെ മകനായ എലീശയെ കുറിച്ച് പറയുന്നു. ഇവർക്കൊന്നും എടുത്തു പറയത്തക്ക ഒരു പാരമ്പര്യമൊന്നും ഇല്ല. പക്ഷേ അവരുടെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് പറയുവാൻ തക്കവണ്ണമായ ഒരു വിശ്വാസ പാരമ്പര്യത്തിന്റെ ചരിത്രമില്ലെങ്കിലും അവർ അറിഞ്ഞ ദൈവത്തിൽ അവർ പൂർണ്ണമായും വിശ്വസിക്കുകയും പൂർണ്ണമായും ആശ്രയം വെച്ച് ആമേൻ പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ ഇവിടെ പുതിയ നിയമത്തിനകത്തോട്ട് വരുമ്പോൾ പൗലോസിന്റെ കാലഘട്ടം, ജീവിത കാലഘട്ടം നമുക്ക് മാതൃകയാക്കേണ്ട ഒന്നാണ്, നാം പാഠമാക്കേണ്ട ഒന്നാണ്. വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആമേൻ സകല പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് തൻ്റെ മുൻപിൽ വച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാൻ പറ്റും. പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് ആമേൻ സകലത്തെയും ചപ്പും ചവറുമെന്ന് എണ്ണിക്കൊണ്ട് മുൻപിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന ദർശനത്തിനനുസരിച്ച് ഓടുകയും ആ ദർശനത്തെ പൂർത്തിയാക്കാൻ തക്കവണ്ണം അധ്വാനിക്കുകയും ചെയ്യുന്നത് നമുക്കവിടെ കാണുവാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊരു മാതൃകയാണ്. ഈ പാഠം നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ മാതൃകയാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് പ്രിയരെ. പലപ്പോഴും നമ്മുടെ കഴിവുകളിൽ ആശ്രയം വയ്ക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നും. നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായ പരാജയങ്ങൾ, നമ്മുടെ പ്രയത്നങ്ങളുടെ നിരാശാജനകമായ ഫലങ്ങൾ, ഇന്നലത്തെ നമ്മുടെ അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നും ഒരിടത്തും എത്തുവാൻ കഴിയത്തില്ലെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ പ്രിയരെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, യേശു ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഒരിക്കലും പറയുവാൻ പാടില്ലാത്തൊരു പദമാണ് എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നുള്ളത്. ഇവിടെയാണ് പൗലോസിന്റെ ഈ വാക്യം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവൻ. കാരണം നമ്മുടെ അകത്തിരിക്കുന്നവൻ സാധാരണക്കാരനല്ല. യോഹന്നാൻ പറഞ്ഞു, ലോകത്തിൽ ഉള്ളവരെക്കാളും ഏറ്റവും വലിയവൻ എൻ്റെ അകത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ അകത്തിരിക്കുന്ന സർവശക്തനായ ദൈവം,
ആമേൻ. അതാണ് കൊരിന്ത്യ സഭയോട് ചോദിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ. അപ്പോൾ തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് വസിക്കുന്നത് ഈ മൺകൂടാരമാകുന്ന ശരീരത്തിനകത്താണ്. അപ്പോൾ ആ യേശുക്രിസ്തു മുഖാന്തരം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം സകലത്തിൽ നമ്മൾ മതിയായവരാണ്. ഏത് സാഹചര്യത്തെ നമുക്ക് മറികടക്കുവാൻ കഴിയും. മനുഷ്യനാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സകലതും സാധ്യം. അപ്പോൾ സകലത്തെയും സാധ്യമാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ആമേൻ. 73-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിന്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. അപ്പോൾ നമ്മുടെ മാംസവും നമ്മുടെ ഹൃദയമെല്ലാം ക്ഷയിച്ചു പോകും. ആമേൻ. ഓരോ നാൾ കഴിയും തോറും നമ്മുടെ ശരീരങ്ങൾ ബലഹീനമായി കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ശരീരങ്ങൾ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു പദമുണ്ട്, എൻ്റെ പുറം മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും എൻ്റെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ശക്തിയിൽ പുതുക്കം പ്രാപിച്ചു വരികയാണ്. അപ്പോൾ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, ഈ മാംസം ക്ഷയിച്ചു പോകും, എൻ്റെ ഹൃദയം ക്ഷയിച്ചു പോകും, എന്നാൽ എൻ്റെ ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിന്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. അപ്പോൾ ഒരു ദൈവപൈതനെ സംബന്ധിച്ച് ആ ദൈവപൈതന്റെ ബലം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവമാണ്. അതാണ് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരും. ആമേൻ. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇത് പുറം മനുഷ്യന്റെ ബലത്തിലുള്ള കാര്യമല്ല പറയുന്നത്. ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളുടെ ആശ്രയത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ചാണ് പറയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ ഹൃദയം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ പാറയാകുന്നു, നമ്മുടെ ഓഹരിയാകുന്നു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ആമേൻ, കാത്തിരിക്കുന്നവർ. എവിടെ കാത്തിരിക്കുന്നവർ? ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നവർ. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നവർ ആമേൻ ഒരു നാളും ക്ഷീണിച്ചു പോകത്തില്ല. അവർ എന്ത് ചെയ്യും? നാൾക്ക് നാൾ അവരുടെ ശക്തിയെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ഈ പൗലോസിന്റെ ആരംഭ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, ശൗലോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുവാൻ കഴിയും. നമ്മുടെ ശരീരം ക്ഷയിച്ചു പോയാലും നമ്മൾ ഓടുമ്പോൾ തളർന്നു പോകാതെ വണ്ണം, നടക്കുമ്പോൾ ബലഹീനമാകാതെ വണ്ണം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് യെശയ്യാ പ്രവാചകൻ ഇവിടെ പറയുകയാണ്. ആമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ, എന്നെ ശക്തനാക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. ആമേൻ. ആ യേശു കർത്താവിന്റെ ബലത്തിലാണ് ഈ ലോകത്തെ നമ്മൾ ജയിക്കാൻ പോകുന്നത്. ഒരു സമയത്ത് നമ്മൾ ഈ ലോകത്തിൽ പരാജയപ്പെട്ടവരാണ്, സാഹചര്യങ്ങളിൽ പരാജയപ്പെട്ടവരാണ്, അവസ്ഥകൾ നമ്മെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ പരാജയപ്പെട്ട സ്ഥലത്ത് നിന്ന്, വീണുപോയ ഇടത്ത് നിന്ന് നമുക്ക് പിടിച്ചു കയറുവാൻ കിട്ടിയ ഒരു പിടിവള്ളിയാണ് യേശു കർത്താവ്. നമുക്കറിയാം, ഈ ലാസർ മരിച്ചു. 4-ാമത്തെ ദിവസം ലാസറിന്റെ വീട്ടിൽ യേശു കർത്താവ് എത്തുമ്പോൾ മാർത്ത പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. പക്ഷെ യേശു പറഞ്ഞ എന്താ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. ഏത് സാഹചര്യത്തിലും ദൈവത്തിലുള്ള ആശ്രയം നമുക്കൊരിക്കലും നഷ്ടമാകത്തില്ല, നമ്മെ ലജ്ജിപ്പിക്കത്തില്ല, നമ്മെ പരാജയപ്പെടുത്തുകയില്ല. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് സകലത്തിന്റെ മേലും ജയമെടുക്കുവാൻ കഴിയും എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ആമേൻ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം സകലത്തിലും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതോ ഒരു സിറ്റുവേഷനിലല്ല, ഏതോ ഒരു അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ ഏതോ ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. സകലത്തിലും. ആമേൻ. തൻ്റെ ജീവിതത്തിൽ താൻ ഫേസ് ചെയ്യുന്ന എല്ലാ മേഖലകളിലും, ശാരീരികമായ ബലഹീനതകളായിക്കോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സമൂഹപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ആത്മീയപരമായ കാര്യങ്ങളായിക്കോട്ടെ, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങളായിക്കോട്ടെ, ദാമ്പത്യ ജീവിതമായിക്കോട്ടെ, XROI സകലത്തിലും പൗലോസ് പറയുകയാണ്, സകലത്തിലും. ആമേൻ. സകലത്തിലും ഞാൻ മതിയായവനാണ്. ആമേൻ. ഏത് പ്രതിസന്ധിയിൽ ഞാൻ പിടിച്ചിരിക്കും, ഏത് അവസ്ഥകളെ ഞാൻ മറികടക്കും, ഏത് പരാജയ മേഖലയിൽ ഞാൻ ജയിക്കും,
ഇത് പറയുമ്പോൾ പൗലോസ് അവിടെ മുറുകെ പിടിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. നമുക്ക് സമ്പത്തെന്ന് പറയുവാൻ വലിയ ധനമൊന്നുമില്ല. പക്ഷേ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത വഴിത്താരകളിൽ വച്ച് നമ്മൾ രുചിച്ചറിഞ്ഞ യേശു കർത്താവാണ്. അപ്പോൾ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും, ഏത് ദൗത്യങ്ങളിലും, ഏത് ബുദ്ധിമുട്ടുകളിലും വിജയാളിയായി പുറത്തു വരുവാൻ കഴിവുള്ളവനാണ് താനെന്ന് സ്വയം അവിടെ പൗലോസിന് ബോധ്യമാവുകയാണ്. ഏത് ബുദ്ധിമുട്ടുമായിക്കോട്ടെ, ഏത് ദൗത്യവുമായിക്കോട്ടെ, ഏത് സാഹചര്യവുമായിക്കോട്ടെ, ആ അവസ്ഥകളിലൊക്കെയും ഒരു ജയാളിയായിട്ട് മാറുവാൻ തനിക്ക് കഴിയുമെന്ന് പൗലോസ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. തന്റെ കഠിനമായ കാരാഗ്രഹവാസത്തിനകത്ത് കിടന്നുകൊണ്ടാണ് ഈ ഫിലിപ്പിയ ലേഖനം എഴുതുന്നത്. ഈ ലേഖനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ആമേൻ, നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയണം. ഏത് സാഹചര്യത്തിലും നമ്മെ ജയാളിയാക്കുവാൻ കഴിയും. ആമേൻ. ലോകത്തിൽ പീഡനങ്ങൾ ഉണ്ടാകും, സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ദൈവം തൻ്റെ ദാസന്മാരെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എല്ലായ്പ്പോഴും നടത്തുകയാണ്. അത് ജയോത്സവം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വിജയത്തിൽ നിന്നും വിജയത്തിലോട്ടുള്ള യാത്രയാണ്. അപ്പോൾ സമൂഹത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. യോഹന്നാൻ 16:33 പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ കഷ്ടതകളുണ്ട്. ആ കഷ്ടതകളെ ജയിച്ച കർത്താവ നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ധൈര്യപ്പെടണം, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു ഈ ലോകത്തെ ജയിച്ചിരിക്കുക കൊണ്ട് ആ ക്രിസ്തു മുഖാന്തിരം നമുക്കും ഈ ലോകത്തെ ജയിപ്പാൻ കഴിയും എന്ന് ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടി പൗലോസ് സ്വയം ബോധ്യവാനായി. അത് സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ആ കഠിനമായ കാരാഗ്രഹവാസത്തിനകത്ത് കിടന്നുകൊണ്ട് പൗലോസ് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും. ആമേൻ. പരാജയ ഭീതി ദൈവമക്കളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന രോഗം നിങ്ങളെ ഒരിക്കലും കീഴ്പ്പെടുത്തുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ രോഗം ഇന്നലകളിൽ പലരെയും കീഴ്പ്പെടുത്തിയതാ. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ വശത്ത് 1000 പേർ മരിച്ചു വീണാലും, നിന്റെ വലതുവശത്ത് 10,000 പേർ വീണാലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഈ രോഗം ഇന്നലെ പലരെയും കീഴ്പ്പെടുത്തിയതാ, പലരുടെയും ജീവിതം തകർത്തതാ. പക്ഷേ യേശുക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവ പൈതലിന്റെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്നത്, ഈ രോഗത്തിൽ ഞാൻ ജയമെടുക്കും. എങ്ങനെ? എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം. ആമേൻ. ബൈബിൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്തു തരാൻ കഴിയുന്ന ഒരു കർത്താവ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ, നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമല്ല. മാനുഷികമായ ബലത്തിൽ നിന്നുകൊണ്ട്, മാനുഷികമായ പ്രയത്നത്തിൽ നിന്നുകൊണ്ട്, കഴിവുകളിൽ നിന്നുകൊണ്ട് ജയിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മെ ജയാളിയാക്കുന്നതാണ് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം. ഈ അഭിഷേകത്തിന് നമ്മെ ഒരിക്കലും ഈ അഭിഷേകത്തിന് നമ്മെ ഒരിക്കലും പരാജയത്തിന്റെ കീഴിൽ തളച്ചിടുവാൻ കഴിയുന്നതല്ല. ഇത് പരാജയത്തിൽ നിന്ന് നമ്മെ ജയത്തിലേക്ക് നടത്തുന്നതാണ് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം. ബന്ധനാവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം. ഇനി തളിർക്കത്തില്ല എന്ന് പറയപ്പെട്ട ഉണങ്ങിയ അവസ്ഥകളെ പോലും പച്ചപ്പിന്റെ അനുഭവത്തിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയപ്പെടുന്നത്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം പ്രിയരെ. അഹരോൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അഹരോന്റെ ആ വടി ദൈവ സാന്നിധ്യത്തിന്റെ മധ്യത്തിൽ വച്ചപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അത് തളർത്തു എങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ ഉണങ്ങിയ അവസ്ഥകൾക്കൊരു മാറ്റം വരും, നിങ്ങളുടെ ശൂന്യ അവസ്ഥകൾക്കൊരു മാറ്റം വരും. ആ ദൈവ സാന്നിധ്യത്തിലൊന്ന് വസിച്ച് നോക്കിക്കേ, ആ ദൈവത്തിലൊന്ന് ആശ്രയം വെച്ച് നോക്കിക്കേ. ഇത്രോയുടെ കരങ്ങളിൽ നിന്നും വാങ്ങിച്ച വടിയും കൊണ്ട് മോശ 40 വർഷം മരുഭൂമിയിൽ ആടുകളെ മേച്ചു. എന്നാൽ അതേ വടി ദൈവം തറയിലിടാൻ പറഞ്ഞപ്പോൾ അത് തറയിലിട്ടു, അതിനെ കയ്യിലെടുക്കാൻ പറഞ്ഞപ്പോൾ അത് കയ്യിലെടുത്തു. ആ വടി മോശയുടെ വടി എന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്തിന്റെ വടിയായി മാറിയെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ കൈമാറട്ടെ പ്രിയരെ, നിങ്ങൾ ദൈവത്തിന്റെ സ്വത്താണ്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ സ്വന്തമാണ്. ആ ദൈവത്തിന്റെ സ്വന്തമായ നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല.
ആമേൻ, നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലും നിങ്ങൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനാലും നിങ്ങളെ സകലത്തിലും ജയാളിയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് വളരെ വ്യക്തമായിട്ട് ആമേൻ നമുക്ക് കാണുവാൻ പറ്റും. ഇവിടെ പൗലോസ് 2 കൊരിന്ത്യർക്ക് ലേഖനം 2-ാം വാക്യത്തിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന 2 പദം നിങ്ങൾ ശ്രദ്ധിക്കുക. 1 ക്രിസ്തുവിൽ, 2 എപ്പോഴും. അപ്പോൾ ഈ ക്രിസ്തുവിൽ എന്നൊരു പദം വിട്ട് നമുക്കൊരു കളിയില്ല. ക്രിസ്തുവിൽ നമ്മുടെ ജയം ക്രിസ്തുവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഉയർച്ച ക്രിസ്തുവുമായി കണക്ട് ചെയ്താണ്. നമ്മുടെ വളർച്ച ക്രിസ്തുവുമായി കണക്ട് ചെയ്താണ്. നമ്മുടെ സൗഖ്യം ക്രിസ്തുവുമായി കണക്ട് ചെയ്താണ്. ആമേൻ. അത് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാകുമെന്നല്ല, എപ്പോഴെങ്കിലും അത് കിട്ടുമെന്നല്ല. നമുക്കറിയാം, ഈ ബെഥസ്തയുടെ തീരത്ത് അല്ലെങ്കിൽ ബെഥസ്ത കുളത്തിന്റെ അരികിൽ കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ പ്രതീക്ഷ ചില ദിവസങ്ങളിൽ ഒരു സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കും. അപ്പോൾ ആ വെള്ളത്തിൽ ആരാദ്യം ഇറങ്ങുമോ അവർക്ക് സൗഖ്യം കിട്ടും. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഒരു നേരം. എന്നാൽ ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദം എപ്പോഴും, എവരി ടൈം. ആമേൻ. ഏത് സാഹചര്യത്തിലും, ഏതവസ്ഥയിലും, ഏതു സമയത്തും, എപ്പോഴും ആമേൻ ക്രിസ്തുവിൽ ഞങ്ങളെ ദൈവം ജയോത്സവമായി നടത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആമേൻ, എൻ്റെ ജീവിതത്തിൽ പരാജയമുണ്ടെന്നല്ല പറയേണ്ടത്, എൻ്റെ ജീവിതത്തിൽ വീഴ്ച ഉണ്ടെന്നല്ല പറയേണ്ടത്, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെന്നല്ല പറയേണ്ടത്. ആമേൻ, ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു പ്രിയരെ? എത്ര പേർക്ക് പൗലോസ് വിശ്വാസം പ്രഖ്യാപിച്ചതുപോലെ എന്ന് പറയുവാൻ പറ്റും? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനെന്ന്. ഈ കടബാധ്യതയെ ഞാൻ മറികടക്കുമെന്ന് എത്ര പേർക്ക് പറയുവാൻ പറ്റും? ഈ രോഗത്തെ ഞാൻ ജയിക്കുമെന്ന് എത്ര പേർക്ക് പറയുവാൻ പറ്റും? അങ്ങനെയെങ്കിൽ ഈ വിശ്വാസത്തിന്റെ സ്ഥിരത നിങ്ങളിൽ ഉണ്ടാകുവാൻ, ഈ വിശ്വാസത്തിലൊന്ന് ഉറച്ചു നിൽക്കുവാൻ, ഈ വിശ്വാസത്തിലൊന്ന് ശക്തിപ്പെടുവാൻ നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അങ്ങയുടെ തിരുപാദപീഠത്തെങ്കിലായിരിക്കാൻ അവിടെ നിന്ന് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തിരം ഞങ്ങൾ സകലത്തിലും മതിയായവനെന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഏത് സാഹചര്യങ്ങളിലും, ഏതവസ്ഥകളിലും ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. സകല ജനത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ അവരുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. അവരുടെ ഏത് അവസ്ഥകളെയും മറികടപ്പാൻ തക്കവണ്ണം അവിടെ നിന്ന് അവരെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:30 നമ്മുടെ പ്രോഗ്രാം ഈ ടെലിവിഷനിൽ കാണാൻ പറ്റും. അതുപോലെ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെ തിരുവനന്തപുരം ജില്ലയിലെ ഉദിയൻകുളങ്ങര മോറിയ കോംപ്ലക്സിന്റെ 5ാമത്തെ നിലയിൽ സ്ഥിതി ചെയ്യുന്ന റൈസ് ആൻഡ് ഷൈൻ ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധന നടക്കുന്നു. നിങ്ങളെയും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. കടന്നു വരിക, നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് കാണുന്നത് വരെയും ദൈവത്തിന്റെ കൃപാവലയത്തിനകത്ത് നമ്മെ മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. ഗോഡ് ബ്ലെസ് യു.